വെൽക്കം ബാക്ക് ടു വേവ് ലെങ്ത് അക്കാദമി. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസ് 6th സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിലെ 10th ചാപ്റ്റർ ആണ്. ജനാധിപത്യവും അവകാശങ്ങളും എന്നതാണ് ഈ പാഠഭാഗത്തിന്റെ പേര് വരുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്തൊക്കെ ഫാക്ട്സ് ആണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് തുടങ്ങുന്നത് ഒരു ബോക്സിലെ ഒരു ചെറിയ കുറച്ച് വാക്കുകൾ കൊടുത്തുകൊണ്ടാണ്. രാജ്യത്തെ എല്ലാ മേൽക്കോയ്മകൾക്കും എതിരായിട്ടാണ് ഞാൻ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ളത്. സ്വാതന്ത്ര്യവും ജനാധിപത്യവും സഹവർത്തിത്വവും സമത്വവുമുള്ള ഒരു രാഷ്ട്രത്തിനു വേണ്ടിയാണ് ഞാൻ പടവെട്ടുന്നത്. ഇത് നേടിയെടുക്കുകയാണ് എന്റെ ലക്ഷ്യം. ജനാധിപത്യ വ്യവസ്ഥയിൽ നിങ്ങളും ഞങ്ങളും തുല്യരാകും. ഇത് ആരുടെ വാക്കുകളാണ്? നെൽസൺ മണ്ടേലയുടെ വാക്കുകളാണ് നമ്മൾ മുകളിൽ വായിച്ചിട്ടുള്ളത്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, ദക്ഷിണാഫ്രിക്കയിൽ നടന്നിരുന്ന ജനാധിപത്യ വിരുദ്ധ ഭരണകൂടത്തിനെതിരെ സമരം നയിച്ച ഒരാളായിരുന്നു നെൽസൺ മണ്ടേല. അദ്ദേഹമാണ് പറയുന്നത് എല്ലാവരെയും തുല്യരായി കാണണം, അങ്ങനെയുള്ള ഒരു ജനാധിപത്യ വ്യവസ്ഥയാണ് വേണ്ടത് എന്ന് പറഞ്ഞതാരാണ്? നെൽസൺ മണ്ടേലയാണ്. അദ്ദേഹത്തിനെ കുറിച്ച് ഒരു ആർട്ടിക്കിൾ കൊടുത്തിട്ടുണ്ട്. ദക്ഷിണാഫ്രിക്കയിലെ ട്രാൻസ്കോയി ഗ്രാമത്തിൽ കസോസ ഗോത്ര വിഭാഗത്തിലെ 1918 ജൂലൈ 18-നാണ് ഇദ്ദേഹം ജനിക്കുന്നത്. എവിടെയാണ്? ട്രാൻസ്കോയി ഗ്രാമത്തിലെ കസോസ ഗോത്ര വിഭാഗത്തിലെ 1918 ജൂലൈ 18-ന് ദക്ഷിണാഫ്രിക്കയിലാണ് കേട്ടോ. ഇനി ഈ ദക്ഷിണാഫ്രിക്കയിലെ നീഗ്രോ വംശജരുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഇദ്ദേഹം പോരാടിയിട്ടുള്ളത്. ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിന്റെ മുൻനിര പോരാളിയായിരുന്നു ഇദ്ദേഹം. രാജ്യദ്രോഹ കുറ്റം ചുമത്തിയിട്ട് ഇദ്ദേഹത്തിനെ തടവിലാക്കാണ്. അങ്ങനെ 26 വർഷവും 7 മാസവും 10 ദിവസവും ഇദ്ദേഹം ജയിലിൽ കഴിഞ്ഞു. അത് കഴിഞ്ഞ് 1990 ഫെബ്രുവരി 11-ന് ജയിൽ മോചിതനാവാണ്. അത് കഴിഞ്ഞ ഒരു 4 കൊല്ലങ്ങൾക്ക് ഇപ്പുറം 1994 മെയ് 10-ന് ദക്ഷിണാഫ്രിക്കയുടെ പ്രസിഡന്റ് ആയിട്ട് ഇദ്ദേഹം മാറുന്നുണ്ട്. പിന്നീട് 2013 ഡിസംബർ 5-ാം തീയതി ആളുടെ ഒരു 95 വയസ്സിലാണ് അദ്ദേഹം മരിക്കുന്നതൊക്കെ. അപ്പോ ദക്ഷിണാഫ്രിക്കയിലെ ഈ കറുത്ത വംശജര് അഥവാ നീഗ്രോ വംശജരുടെ അവകാശത്തിനൊക്കെ വേണ്ടി പോരാടിയിരുന്ന ഒരു മഹത് വ്യക്തിത്വമായിരുന്നു നെൽസൺ മണ്ടേല. നമുക്ക് ഇദ്ദേഹത്തിനെ കുറിച്ചുള്ള ഈ ഡീറ്റെയിൽസ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. 2013 ഡിസംബർ 5-ന് 95-ാം വയസ്സിലാണ് മരിക്കുന്നത്. അദ്ദേഹം പ്രസിഡന്റ് ആകുന്നത് 1994 മെയ് 10-നാണ്. പിന്നീട് ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ മതി, 1990 ഫെബ്രുവരി 11-ന് ജയിൽ മോചിതനാവുന്നുണ്ട്. ഒരു 26 വർഷം 7 മാസം 10 ദിവസം കാലയളവ് അദ്ദേഹം ജയിലിൽ അടയ്ക്കപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ മനസ്സിലാക്കാൻ മാത്രം. അത്രമാത്രം മനസ്സിലാക്കിയാൽ മതി. ഓക്കെ ആണല്ലോ. അപ്പോ ജനാധിപത്യ ഇതര ആയിരുന്ന ഒരു ഗവൺമെന്റിനെതിരെ അന്ന് അവിടെ നിലനിന്നിരുന്ന പല തെറ്റുകൾക്കും എതിരെ ആയിരുന്നു അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത്. ഓക്കെ ആണല്ലോ. ഇനി എവിടെയൊക്കെയാണോ ഈ ജനാധിപത്യ വിരുദ്ധ ഗവൺമെന്റുകൾ ഉണ്ടായിട്ടുള്ളത് അവിടെയൊക്കെ തന്നെ ഈ ജനാധിപത്യ പ്രക്ഷോഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമ്മളെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. ജനാധിപത്യ ഭരണക്രമത്തിന് വേണ്ടി നടന്ന സമരങ്ങളിൽ ശ്രദ്ധേയമായ ഒന്നാണ് ഇന്ത്യയിൽ നടന്ന സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത്. ഇപ്പോ നമ്മൾ പറയുന്നല്ലോ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് വലിയ സ്വീകാര്യത ഉണ്ടെന്ന് പറയുന്നു. അങ്ങനെ ഇരിക്കെ തന്നെ ജനാധിപത്യ ഇതര ഗവൺമെന്റുകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതും കൂടി ഇതിന്റെ സവിശേഷതയാണ്. ഇനി ഈ ടേബിൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഭൂട്ടാൻ എന്ന് പറയുന്ന രാജ്യത്ത് ഗവൺമെന്റ് ഭരണഘടനാപരമായ രാജവാഴ്ചയാണ്. ഇന്ത്യയിൽ നടക്കുന്നത് ജനാധിപത്യ ഭരണമാണ്. ബ്രൂണൈ എന്ന് പറയുന്ന രാജ്യത്ത് സുൽത്താൻ ഭരണവും മ്യാൻമറിലെ പട്ടാള ഭരണമാണ്. ഇപ്പോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഈ ഭൂട്ടാനിലെ രാജാവാണെന്ന് പറഞ്ഞു, ബ്രൂണയിലെ സുൽത്താനാണെന്ന് പറഞ്ഞു. ഇത് രണ്ടും വരുന്നത് പിന്തുടർച്ചാടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ ഭൂട്ടാനിലെ രാജാവും ബ്രൂണയിലെ സുൽത്താനും ഇത് വരുന്നത് ജനാധിപത്യ ഇതര ഗവൺമെന്റിന്റെ ഉദാഹരണത്തിലാണ്. അതായത് എന്താണ് ജനാധിപത്യ ഇതര ഗവൺമെന്റ്? ജനാധിപത്യപരമായിട്ട് നടത്തുന്ന ഒരു ഗവൺമെന്റ് ആണെങ്കിൽ അതിനെ ജനാധിപത്യ ഗവൺമെന്റ് എന്നും, അല്ലാത്തത് ഇതരം എന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ അർത്ഥം വരുന്നത്. അതിനെയാണ് ജനാധിപത്യ ഇതര ഗവൺമെന്റ് എന്ന് പറയുന്നത്. അതല്ലാത്തതിനെയാണ്. ഒരു വ്യക്തിയോ ഒന്നിലധികം വ്യക്തികളോ സ്വന്തം ഇഷ്ടാനുസരണം നടത്തുന്ന ഭരണക്രമമാണ് ജനാധിപത്യേതര ഭരണ വ്യവസ്ഥ. ഇന്ത്യയിലെ ഇവിടെ ജനാധിപത്യ ഭരണക്രമമാണുള്ളത്. ജനപ്രതിനിധികളെ നടത്തുന്ന ഭരണക്രമത്തെ ജനാധിപത്യ ഗവൺമെന്റ് എന്ന് പറയുന്നു. അപ്പോ ഒരു ജനാധിപത്യ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് അവിടെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒരു ഇലക്ഷൻ ത്രൂ ഒക്കെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ലീഡേഴ്സിനെ തെരഞ്ഞെടുക്കുന്നത്. പിന്നീട് അവരാണ് അതിന്റെ ഭരണത്തിൽ കൊണ്ട് നടക്കുന്നത്. അപ്പോ ഇതിന്റെ ഡിഫറൻസ് ആണ് കാണിക്കുന്നത്. ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളുടെ ഭരണമായിരിക്കും. ജനങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യവും അവകാശങ്ങളും നിയമപരമായിട്ട് ഉറപ്പു നൽകുന്നുണ്ട്. ഭരണാധികാരികളും നിയമത്തിന് വിധേയരായി പ്രവർത്തിക്കുന്നവരായിരിക്കും. ഇതൊക്കെ ജനാധിപത്യ ഗവൺമെന്റിന്റെ ഫീച്ചേഴ്സ് ആണ്. അറ്റ് ദ സെയിം ടൈം ജനാധിപത്യ ഇതര ഗവൺമെന്റിൽ എന്താണ്? അധികാരം പരമ്പരാഗതമായി കൈമാറിയതോ പിടിച്ചെടുക്കുകയോ ചെയ്യുന്നു. അതായത് രാജവാഴ്ചയാണെങ്കിൽ എന്താണ്? ആദ്യം ഒരു രാജാവ് ഉണ്ടായിരിക്കും, പിന്നീട് അദ്ദേഹത്തിന്റെ പിന്തുടർച്ചക്കാരെ അടുത്ത രാജാവോ അങ്ങനെ.
അവിടെ അങ്ങനെ ജനാധിപത്യേതര ഗവൺമെന്റ് നടത്തുന്ന ഒരു സ്ഥലത്ത്, അങ്ങനെയുള്ള ഒരു ഭരണമുള്ള ഒരു രാജ്യത്ത് ജനങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യവും അവകാശങ്ങളും ഒക്കെ വളരെ പരിമിതമായിരിക്കും. അതുപോലെ ഈ ഭരണാധികാരി എന്ന് പറയുന്നത് നിയമത്തിന് അതീതനാണ്. അദ്ദേഹം എന്ത് ചെയ്താലും ജനങ്ങൾക്കുള്ള നിയമം വേറെയും അദ്ദേഹത്തിനുള്ള നിയമം മറ്റൊന്നുമായിട്ട് നിലനിൽക്കും. അതുകൊണ്ടൊക്കെയാണ് ഇതിനെ ജനാധിപത്യ ഇതര ഗവൺമെന്റ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ എന്താണ് ഡിഫറൻസ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇനി എന്താണ് ഒരു ജനാധിപത്യ ഗവൺമെന്റിന്റെ മേന്മകൾ? നമ്മൾ പറഞ്ഞല്ലോ, ജനങ്ങളുടെ അഭിലാഷത്തിനെയാണ് കൂടുതൽ അവിടെ മാനിക്കുന്നത്. അവിടെ വ്യക്തി സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നുണ്ട്. ഭരണാധികാരികളും ജനങ്ങളും ഒരേ നിയമത്തിന് വിധേയരാണ്. ഭരണാധികാരികൾക്ക് ജനങ്ങളോട് കടപ്പാടുണ്ടായിരിക്കും. അതായത് അവരെ ഇലക്ഷൻ ത്രൂ ആണല്ലോ ഈ ലീഡേഴ്സ് ആക്കുന്നത്. അപ്പൊ അതിന്റേതായ ഒരു കണക്ഷൻസ് അവർ തമ്മിൽ ഉണ്ടായിരിക്കും എന്നുള്ളതും കൂടെ നമുക്ക് എന്തെങ്കിലും മനസ്സിലാക്കാം, ജനാധിപത്യ ഗവൺമെന്റിൽ മനസ്സിലാക്കാം. ഇനി ഒരു ജനാധിപത്യപരമായ ഒരു ഇലക്ഷനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഭരണം നടക്കുന്നതായ ഒരു രാജ്യത്ത്, അതായത് ഇപ്പൊ ഇന്ത്യയിൽ നമുക്ക് കുറച്ച് അവകാശങ്ങളുണ്ട്. ഈ അവകാശങ്ങളെ പൗരാവകാശങ്ങൾ എന്നോ അല്ലെങ്കിൽ മൗലിക അവകാശങ്ങൾ എന്നോ നമ്മൾ പറയാറുണ്ട്. ജീവിക്കാനുള്ള അവകാശം, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, അഭിപ്രായ സ്വാതന്ത്ര്യം, സംഘടനാ സ്വാതന്ത്ര്യം, ഇത്തരം അവകാശങ്ങളൊക്കെ നമുക്കൊരു ജനാധിപത്യ രാജ്യത്ത് മാത്രമാണ് ലഭിക്കുക. ഇപ്പോ ജനാധിപത്യേതര രാജ്യത്ത്, അഥവാ ഈ ഒരു രാജാവിന്റെ ഭരണമൊക്കെ നടക്കുന്ന ഒരു സ്ഥലത്താണെന്നുണ്ടെങ്കിൽ ഇത്തരം അവകാശങ്ങൾക്കൊക്കെ ഒരു പരിധി ഉണ്ടായിരിക്കും. കുറച്ച് അവകാശങ്ങൾ മാത്രമേ ഈ മൗലികാവകാശങ്ങളുടെ വിധത്തിൽ നമുക്ക് ലഭിക്കുന്നുള്ളൂ. ഇവിടെ ഫറാ ബക്കർ എന്ന് പറയുന്ന ഒരു പാലസ്തീൻ പെൺകുട്ടിയുടെ വാക്കുകളെ കുറിച്ച് കൊടുക്കുന്നുണ്ട്. സ്പെയിൻ യാത്രയിൽ നിന്നും ഗിത്താർ പഠിക്കുന്നതിൽ നിന്നും എന്റെ സ്വപ്നങ്ങൾ മാറിയിരിക്കുന്നു. ജീവനോടെ ഇരുന്നാൽ മതി. അധിനിവേശമില്ലാതെ സ്വതന്ത്രരായി സമാധാനത്തോട് ജീവിക്കുന്നത് എങ്ങനെയുണ്ടാകും? ഞാൻ ഒരിക്കലും അത് അറിഞ്ഞിട്ടില്ല. അത്രയ്ക്ക് മനോഹരമാണ് അത്. പാലസ്തീനിൽ നടക്കുന്ന ഈ പറയുന്നതായിട്ട് യുദ്ധങ്ങളും അതുപോലെ തന്നെ പല കാര്യങ്ങളെ കൊണ്ടും ഇവർക്ക് സ്വാതന്ത്ര്യം എന്നത് പോലും എന്താണെന്ന് തിരിച്ചറിയാത്ത ഒരവസ്ഥയിലേക്ക് വരുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് പറയുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ പറഞ്ഞത്. എന്തായിരിക്കും അപ്പോ ഈ അവകാശം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു പൗരനെ മെച്ചപ്പെട്ട ജീവിതം കൈവരിക്കുന്നതിനും തന്റെ ശേഷിയും കഴിവും വികസിപ്പിക്കുന്നതിന് സഹായകമായതും സമൂഹവും രാഷ്ട്രവും ഉറപ്പു നൽകുന്നതുമായ വ്യവസ്ഥകളാണ് അവകാശങ്ങൾ. എന്താണ്? ഒരു പൗരനെ മെച്ചപ്പെട്ട ജീവിതം കൈവരിക്കുന്നതിന് തന്റെ ശേഷിയും കഴിവും വികസിപ്പിക്കുന്നതിന് സഹായകമായതും സമൂഹവും രാഷ്ട്രവും ഉറപ്പു നൽകുന്നതുമായ വ്യവസ്ഥകളെയാണ് അവകാശങ്ങൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അവകാശ സംരക്ഷണം നമ്മുടെ ആവശ്യമായ നടപടികൾ എല്ലാ രാജ്യത്തും അവരുടെ ഗവൺമെന്റുകൾ സ്വീകരിക്കാറുണ്ട്. അപ്പോൾ ഈ പൗരന് ഉറപ്പു നൽകുന്ന അവകാശങ്ങളുടെ പട്ടികയാണ് സാധാരണ രീതിയിൽ അവകാശ പത്രിക എന്നാണ് പറയുന്നത്. ഇന്ത്യയുടെ അവകാശ പത്രിക എന്താണ്? മൗലിക അവകാശങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. നമുക്ക് ജനറലി 6 മൗലിക അവകാശങ്ങളാണ് വരുന്നത്. ഇനി ഇവിടെ സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. എല്ലാ മനുഷ്യരും സ്വതന്ത്രരായി ജനിക്കുന്നു, പദവിയിലും അവകാശത്തിലും തുല്യത പുലർത്തുന്നു. അവർ ബുദ്ധിയും മനസാക്ഷിയും കൊണ്ട് അനുഗ്രഹീതരും പരസ്പര സാഹോദര്യം പുലർത്താൻ നിർബന്ധിതരുമാണ്. അപ്പോ അവകാശ ലംഘനങ്ങൾ ഉണ്ടാകുമ്പോഴാണ് അവകാശ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നത്. ആധുനിക കാലത്ത് അവകാശങ്ങളെ പൊതുവെ മനുഷ്യാവകാശങ്ങൾ എന്നാണ് പറയുന്നത്. 1948 ഡിസംബർ 10-നാണ് ഈ സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം വന്നിട്ടുള്ളത്. എന്നാണ്? 1948 ഡിസംബർ 10-ന്. എന്തൊക്കെയാണ് അവകാശങ്ങളിൽ പെടുന്നത്? ജീവിക്കാനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സംഘടനാ സ്വാതന്ത്ര്യം, തൊഴിലവകാശം, സംസ്കാരവും ഭാഷയും ലിപിയും സംരക്ഷിക്കാനുള്ള അവകാശം. ഇപ്പോ മനുഷ്യാവകാശ സംരക്ഷണത്തിന് വേണ്ടി ഇന്ത്യ ഗവൺമെന്റ് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും കുറേയധികം നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതായിട്ട് നമുക്ക് പറയാം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഉണ്ട്, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഉണ്ട്. ഇനി ജീവിക്കാനുള്ള അവകാശം എന്നാൽ അന്തസ്സോടെയുള്ള ജീവിതം എന്നാണ് അർത്ഥമാക്കുന്നത്. ശുദ്ധവായു, ശുദ്ധജലം, മതിയായ പോഷകാഹാരം എന്നിവയൊക്കെ ജീവിക്കാനുള്ള അവകാശത്തിന്റെ ഭാഗമാണ്. ഏതൊക്കെയാണ്? ശുദ്ധവായു, ശുദ്ധജലം, മതിയായ പോഷകാഹാരം ഒക്കെ ഈ പറയുന്ന ജീവിക്കാനുള്ള അവകാശം എന്ന് പറയുന്നതിന്റെ കീഴിൽ വരുന്ന കാര്യങ്ങളാണ്. ഇനി നമ്മൾ പറഞ്ഞല്ലോ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും ഉണ്ട്, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും ഉണ്ടെന്ന്. ഈ മനുഷ്യാവകാശ സംരക്ഷണത്തിന് വേണ്ടി ദേശീയ തലത്തിൽ കൈക്കൊണ്ട നടപടിയിലെ ഒരു പ്രധാന ഇതായിരുന്നു ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. 1993 പാർലമെന്റ് പാസാക്കിയ മനുഷ്യാവകാശ സംരക്ഷണ നിയമം അനുസരിച്ചിട്ടാണ് ഈ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിക്കുന്നത്. ഇതിലെ കമ്മീഷനിലെ ചെയർമാൻ ഉൾപ്പെടെ 5 അംഗങ്ങളാണ് ഉള്ളത്. അതായത് ഒരു ചെയർമാന് പ്ലസ് 4 വേറെ മെമ്പേഴ്സ്, അങ്ങനെ ചെയർമാൻ ഉൾപ്പെടുന്ന 5 അംഗങ്ങൾ. ഇതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് റിട്ടയർ ചെയ്ത ഒരു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം. എന്താണ്? കണ്ടീഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എത്ര പേരാണ് വരുന്നത്? മൊത്തം 5 അംഗങ്ങളാണ്. അതായത് 1+4 എന്നുള്ള കണക്കിൽ നമുക്ക് എടുക്കാം. ഒരു ചെയർമാനും 4 മറ്റംഗങ്ങളും. ഇതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കും.
ആദ്യത്തെ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ്. അപ്പൊ അത് ശ്രദ്ധിക്കണം. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയുള്ള കാര്യമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലകൾ. മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട പരാതികളിന്മേൽ അന്വേഷണം നടത്തുക, ജയിലുകളും മറ്റും സന്ദർശിച്ച് അന്തേവാസികളുടെ ജീവിത സൗകര്യം പഠിച്ച് ശുപാർശ നൽകുക, മനുഷ്യാവകാശ സംരക്ഷണത്തിന് ഫലപ്രദമായ നിർദ്ദേശങ്ങൾ നൽകുക, മനുഷ്യാവകാശ രംഗത്ത് പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകളെ പരിപോഷിക്കുക. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പറയുന്ന ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആയാലും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ആയാലും ഇവർക്ക് ശുപാർശകൾ മുന്നോട്ട് വയ്ക്കാനുള്ള അധികാരമുണ്ട്. പക്ഷെ ഇവർക്ക് ആരെയും ശിക്ഷിക്കാനുള്ള അധികാരം വരുന്നില്ല. എന്ത് നടപടി സ്വീകരിക്കണമെന്ന് ആശയം മുന്നോട്ട് വയ്ക്കാം, പക്ഷെ ശിക്ഷിക്കാനുള്ള അവകാശം വരുന്നില്ല. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള 4 പോയിന്റ്സും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചുമതലകൾ അങ്ങനെ തന്നെ ഇമ്പോർട്ടൻസോട് കൂടി കാണണം. അടുത്തത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. നമ്മൾ 1993 നിയമപ്രകാരമാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വന്നതെന്ന് പറഞ്ഞു. ഇനി 1998 കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വരികയാണ്. അവിടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ പറഞ്ഞപ്പോ മൊത്തം 5 അംഗങ്ങളാണ് പറഞ്ഞത്. 1+4 എന്നാണ് കണക്ക് പറഞ്ഞത്. ഇവിടെ ഒരു ചെയർമാനും 2 അംഗങ്ങളും അടങ്ങിയതാണ്. അപ്പൊ 1+2 ആണ് ഇവിടെ. മൊത്തം 3 അംഗങ്ങൾ വരും. അതാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ വരുന്നത്. എന്തൊക്കെയായിരുന്നു നേരത്തെ പറഞ്ഞ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലകൾ? അത് തന്നെയാണ് ഇവിടത്തെ ചുമതലകളായിട്ട് വരുന്നത്. അടുത്തൊരു ടോപ്പിക് വരുന്നത് കുട്ടികളുടെ അവകാശങ്ങളാണ്. ഇപ്പോ മനുഷ്യാവകാശങ്ങൾ ലംഘിക്കപ്പെട്ട് കഴിഞ്ഞാല് അതിനെ ചോദ്യം ചെയ്യാൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആയാലും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ആയാലും ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. എന്നാൽ കുട്ടികളുടെ കാര്യങ്ങളിൽ എന്തെങ്കിലും വീഴ്ചകൾ സംഭവിച്ചു കഴിഞ്ഞാല് കുട്ടികളുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നമുക്ക് ബാലാവകാശ കമ്മീഷൻസ് ആണ് നമുക്ക് ഇവിടെ ഉള്ളത്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കുട്ടികളുടെ പ്രധാന അവകാശമാണ്. 2009 പാർലമെന്റ് പാസാക്കിയതാണ് വിദ്യാഭ്യാസ അവകാശ നിയമം, അതായത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്, RTE ആക്ട്. ഇതിലെ 6 മുതൽ 14 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നുണ്ട്. ഓക്കെ ആണല്ലോ. ഇനി എന്തൊക്കെയാണ് കൂടുതലുള്ള കുട്ടികൾക്ക് വേണ്ട കൂടുതൽ അവകാശങ്ങളിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്? അതിജീവനത്തിനും സംരക്ഷണത്തിനും പൂർണ്ണ വികാസത്തിനുമുള്ള അവകാശം, മാനസികവും ശാരീരികവുമായ പീഡനങ്ങളിൽ നിന്ന് സംരക്ഷണത്തിനും പരിചരണത്തിനുമുള്ള അവകാശം. അപ്പോ നമ്മൾ പറഞ്ഞല്ലോ, ഈ കുട്ടികളുടെ അവകാശ പ്രഖ്യാപനങ്ങളെ കുറിച്ച് പറയുമ്പോൾ തന്നെ കുട്ടികൾ ഒരുപാട് ചൂഷണങ്ങൾക്കൊക്കെ വിധേയരാകുന്നുണ്ട്. ഇപ്പോ ബാലവേലയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോ ഇതിൽ നിന്നൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ദേശീയ ബാലാവകാശ കമ്മീഷനുകളും സംസ്ഥാന ബാലാവകാശ കമ്മീഷനുകളും ഒക്കെ ഉള്ളത്. ഓക്കെയാണല്ലോ. ഇനി നമ്മൾ കൈലാസ് സത്യാർത്ഥിനെ കുറിച്ചിട്ട് ചെറിയ ആർട്ടിക്കിൾ കൊടുത്തിട്ടുണ്ട്. 2014 മലാല യൂസഫ്സായിക്ക് എന്ത് കിട്ടുന്നത്? സമാധാനത്തിന് നോബൽ സമ്മാനം ലഭിക്കുന്നത്. അന്ന് മലാലയുടെ ഒപ്പം നോബൽ സമ്മാനം മേടിച്ച ഒരാളായിരുന്നു. ബച്ചൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടന രൂപീകരിച്ച് ബാലവേലയ്ക്കെതിരെ പ്രവർത്തിച്ച കൈലാസ് സത്യാർത്ഥി എന്ന് പറയുന്നത്. അപ്പൊ കൈലാസ് സത്യാർത്ഥിയുടെ സംഘടന എന്താണ്? ബച്ചൻ ബച്ചാവോ ആന്തോളൻ. എന്തിനെതിരെയായിരുന്നു? ഈ പറയുന്ന ബാലവേലയ്ക്കെതിരെയായിരുന്നു. മലാല യൂസഫ്സായ് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പോരാടിയതിന് 17-ാം വയസ്സിൽ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു 2014. ഓക്കെ ആണല്ലോ. ഇനി അടുത്തതാണ് സ്ത്രീകളുടെ സുരക്ഷ. ഇപ്പൊ നമ്മൾ കുട്ടികളുടെ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു, മൗലിക അവകാശങ്ങളെ കുറിച്ച് പറഞ്ഞു. സ്ത്രീകളുടെ സംരക്ഷണത്തിനായിട്ട് അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരെയായി വിവേചനം അവസാനിപ്പിക്കുന്നതിനും അവരുടെ ഉന്നമനത്തിനുമായി 1979 സ്ത്രീ വിവേചന ഉന്മൂലന ഉടമ്പടി ഐക്യരാഷ്ട്രസഭ അംഗീകരിക്കുകയുണ്ടായി. ഓക്കെ ആണല്ലോ. എന്തൊക്കെയാണ് അതുവഴി വരുന്നത്? തുല്യ ജോലിക്ക് തുല്യവേതനം, രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹ്യ മേഖലയിൽ തുല്യ പരിഗണന, സ്കോളർഷിപ്പുകൾ, പഠന സഹായങ്ങൾ എന്നിവ ഉപയോഗപ്പെടുത്തുന്നതിന് തുല്യ അവസരം. ഇനി നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പൊ ദേശീയ ബാലാവകാശ കമ്മീഷൻ അല്ലെങ്കിൽ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ, അതുപോലെ തന്നെ നമുക്ക് ദേശീയ വനിതാ കമ്മീഷനും ഉണ്ട്, സംസ്ഥാന വനിതാ കമ്മീഷനും ഉണ്ട്. സ്ത്രീകൾക്കെതിരായി വരുന്ന അതിക്രമങ്ങൾ, അവകാശ നിഷേധങ്ങൾ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പരാതികളൊക്കെ ഈ കമ്മീഷൻ നടപടി സ്വീകരിക്കുകയും അന്വേഷിക്കുകയും ചെയ്യുന്നതാണ്. ഇനി നമുക്ക് അവകാശങ്ങൾ മാത്രമാണ് ഉള്ളത്. ഇപ്പോ നമ്മൾക്ക് എന്തൊക്കെ അവകാശങ്ങൾ ലഭിച്ചാലും അപ്പുറത്ത് നമുക്ക് ചെയ്യേണ്ടതായ കുറച്ച് കടമകൾ കൂടിയുണ്ട്. ഇപ്പൊ സ്വാതന്ത്ര്യം എന്റെ അവകാശമാണ്, അല്ലെ? അതേസമയം ഞാൻ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം മറ്റുള്ളവർക്ക് നൽകുക എന്നത് എന്റെ കടമയാണ്. എന്തും എന്റെ സ്വാതന്ത്ര്യത്തിന്റെ കീഴിലുള്ളതാണെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്താൽ അത് മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തിന് ഒരിക്കലും ഹനിച്ചുകൊണ്ടാകരുത്. അപ്പൊ അത് എന്ത് ചെയ്യണം? അങ്ങനെ ഒരു രണ്ടിനും ആ ഒരു വേർതിരിവ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. അതുപോലെ കുട്ടി എന്ന നിലയിൽ സംരക്ഷണം എന്നുള്ളത് എന്റെ അവകാശമാണ്. എന്നെ സംരക്ഷിക്കുക മാതാപിതാക്കളുടെ കടമയാണ്. വാർദ്ധക്യത്തിൽ സംരക്ഷണം മാതാപിതാക്കളുടെ അവകാശമാണ്. അവരെ ആ സമയത്ത് നോക്കേണ്ടത് മക്കളുടെ കടമയാണ്. വിദ്യാഭ്യാസവും അതിനുള്ള അടിസ്ഥാന സൗകര്യവും എന്റെ അവകാശമാണ്.
അതേസമയം സ്കൂളിലെ നിയമങ്ങൾ പാലിക്കുക അല്ലെങ്കിൽ അനുസരിക്കുക എന്നത് എന്റെ കടമയാണ്. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ് ഗവൺമെന്റിനെ കുറിച്ചിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ. ജനാധിപത്യ ഗവൺമെന്റ്, ജനാധിപത്യ ഇതര ഗവൺമെന്റ്. ഇപ്പൊ ജനാധിപത്യ ഇതര ഗവൺമെന്റിൽ എങ്ങനെയാണ്? അവകാശങ്ങളൊക്കെ വളരെ ലിമിറ്റഡ് ആണ്. എന്നാൽ ജനാധിപത്യ ഗവൺമെന്റിലെ അവകാശങ്ങളെ സംരക്ഷിക്കുന്നുണ്ട്. അവകാശങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ ഇനിയും ഒരുപാട് അവകാശങ്ങൾ വരുന്നുണ്ട്. മനുഷ്യാവകാശങ്ങള്, കുട്ടികളുടെ അവകാശങ്ങള്, സ്ത്രീകളുടെ അവകാശങ്ങള് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഈ ഒരു ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ ഒരു പാഠഭാഗം നന്നായി മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്ത് അറിയിക്കുക. അപ്പൊ എന്തായാലും അടുത്തൊരു ചാപ്റ്റർ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു.